ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് 19/5/2026 ബാഗൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. किसी ने बताया मुझे ऐसा नहीं जाएगा, कभी भी तो हो जाएगा गीत मोहब्बत हूँ. किसी ने बताया मुझे ऐसा नहीं जाएगा, कभी भी तो हो जाएगा गीत मोहब्बत हूँ. ഗൈസ്, പാൻറ്റിന്റെ കോല നോക്കിയേ, ആകെ ചളിയായി. കാര്യം നല്ല ചളിയായി. ഇത് കണ്ടാ? ഇനി നമുക്ക് ഇവിടുന്ന് പോയിട്ട് ഒരുത്തനെ പൊക്കണം, എന്നിട്ട് അവനായിട്ട് പോയിട്ട് അടുത്ത ആളെ പൊക്കണം. കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് എത്തുക. അപ്പോൾ ഗൈസ് എല്ലാവരും ആയി. ഇനി നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാം. दिल्ली बॉम्बे कलकत्ता बोले मधुरे पिड़िबिट्टा रास्ता जाते जाते ना लगता लगता ना जाता ഇതയ മറൈത് മറന്ന് കൊഞ്ചിടവും എഞ്ചിടവും വളരുതേ മറുതേ. ഇതാണ് 6 മൈൽ എന്ന് പറഞ്ഞ സ്ഥലം. എന്താണ് അതിന് ഷോപ്പിസിന്റെ അഭിപ്രായം അതിനെ പറ്റിയിട്ട്? മര്യാദക്ക് പറഞ്ഞ പോലെ ചളിച്ചിട്ടിരിക്കുന്ന എക്സ്പ്രഷൻ. ഗൈസ്, നല്ല മഴയും തണുപ്പും പ്രതീക്ഷിച്ച് വന്നാണ്. ഇവിടെ ഭയങ്കര വെയില്. ഗൈസ്, അപ്പോൾ നമ്മള് ഫുഡ് കഴിക്കാൻ ചവിട്ടേക്കാണ്. അങ്ങനെല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് വിടാം. നമ്മളിവിടെ എത്തി. ഇനി ഇവിടുന്ന് ജീപ്പിൽ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ. ഞാൻ നല്ല പുരുഷനാണ്. ജീപ്പിൽ കയറി നമ്മളുടെ ഫ്രണ്ടിലേക്ക് തട്ടി. ബിരിയാണിയൊക്കെ താഴ്ത്തി കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് 900 കണ്ടി എക്കോ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പല ദൂരങ്ങൾ പലതും താണ്ടുന്നു രാവും പകലും കൺതോരെ കവരാൻ പാതയോരം പോകുന്നു നമ്മൾ. അങ്ങനെ ഉണ്ടായിരുന്നു ഓഫ് റോഡ് എക്സ്പീരിയൻസ്. ഞാൻ ഇറങ്ങിയിട്ട് അഭിപ്രായം ചോദിക്കും. അപ്പൊ ഒറ്റ വാക്കിൽ മറുപടി പറയരുത്. രണ്ടാളും 3 വാക്ക് പറഞ്ഞവൻ ഒരു ഒറ്റ വാക്കിൽ പറയരുത് പറഞ്ഞപ്പോ 3 വാക്ക് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? മതി. ആര് പോന്നാ? സിപ്പ് ലൈൻ പോന്നാ ഗൈസ്. ഇവര് 3 കണ്ണൂരുകാരാണ്. അത് കാരണം എന്റെ ഭാഷ ഇടക്ക് കണ്ണൂർ സ്ലാങ് കയറി വരും. ആരും വിചാരിക്കരുത് ഇവൻ എന്തോ ഓറാണെന്ന്. അത് പിടിച്ചിക്കാൻ വേണ്ടിട്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. എന്താ 3 ത്രികോണത്തിലാണ് നമ്മൾ നിൽക്കാൻ പോണേ. അതിന്റെ ഉള്ളിലെ സെറ്റപ്പ് കാണിച്ചാലേ ഗൈസ്. ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. എന്തത് ഇത് വീട്ടിന്റെ ഒപ്പം ഫ്രീ ആണ്. നല്ല പുരുഷനാണ്. ബാത്റൂം നമുക്ക് പുറത്താണ് വരുന്നത് ഗൈസ്. ഇതാ ഇവിടെയാണ് നമ്മളെ ബാത്റൂം വരുന്നത്. ഒരു എന്താ പറയാ, റേഞ്ചൊക്കെ കുറഞ്ഞ് നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം. നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോ. നമ്മൾ റെസ്റ്റോറന്റിലേക്ക് വന്നേക്കാണ്. മുന്തിരി ജ്യൂസ്. ഇവിടെ ഒരു കേവ് ഉണ്ട്, അങ്ങോട്ടാണ് പോണത്. വഴിക്ക് വീണ് നിങ്ങൾക്ക് കണ്ട് ചിരിക്കാൻ ഒരു വകയായി. നൈസറോ
എന്താ ഞാൻ നടക്കാനാ? അല്ല നീ ഫ്രണ്ടിൽ നടക്കല്ലേ? ഇതാകുമ്പോ നീ വീട് എനിക്ക് വീഡിയോ എടുക്കാലോ. കേവ് കാണാനില്ല, എന്നാലും നല്ല വൈബുള്ള സ്ഥലം. ഇവിടെ കേറി വന്നപ്പോ ഒത്തിരി പ്രായമുള്ള ഒരാൾ വന്നിട്ട് എന്റെ താടിയിൽ പിടിച്ചിട്ട് വീട്ടിലെ പെറ്റാ തോന്നണൂല്ലേ എന്ന്. എന്ത് കണ്ടിട്ടാണാവോ? ഇല്ല നമ്മൾ കേവ് കണ്ടിട്ട് തിരിച്ചു പോകണം. ഇനി നമുക്ക് അടുത്തത് എന്താ അവിടെ ഉള്ളത് നോക്കാം. നല്ല പ്രശ്നമാണ്. നമുക്ക് ഈ വഴി പോയാക്കാം. ഇതന്നെ പോയാൽ നമുക്ക് സ്കൈ വാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് കാണാൻ പോവാം. ഗൈസ് അതാണ് സാധനം, സ്കൈ വാക്ക്. അല്ല ഇത് കോമഡിയാവും, എവിടെ പോയാലും പുള്ളപ്പെടുക്കും. നല്ല വൈബൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു സൈഡിലേക്ക് ചെരിഞ്ഞു മണിക്ക് വേണം ആ പൊട്ടന്മാര് നടക്കണ ശരിയല്ലാന്ന്. മഴയും കൊണ്ട് നടക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത് നടക്കാനുള്ള ഗ്യാപ്പില്ല, ഒരാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പില്ല. ആമാരതാ വരുന്നു. ഞാനുണ്ടായുണ്ട്. ഗൈസ് അടുത്ത ഇതിലാണ് പോകാൻ പോയേക്കാം. നല്ല മഴയാണ് ഗൈസ്, ആകെ നനഞ്ഞ് കുളിച്ചു. ആ കിട്ടിയിട്ടുണ്ട്. സോനു കയറിയുണ്ട്. സോനു ഇങ്ങോട്ട് നോക്കണ. ഗൈസ് അടുത്തായി ഞാൻ കയറാൻ പോകണം. എനിക്ക് ക്യാമറ എടുത്ത് പോലെ കുറച്ച് റിസ്ക് ആണ്, അത് കാരണം ഞാൻ ക്യാമറ ഷോപ്പിൽ ചെയ്യിപ്പിക്കാണ്. ഗൈസ് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും കൂടി ഉണ്ട്. ഇതല്ലേ ഗ്ലാസ് ബ്രിഡ്ജ്? പോയേക്കാ. പ്ലീസ് കീപ് യുവർ ഫുട് വെയർ ഔട്ട് സൈഡ്. ഓക്കെ, ചെരുപ്പ് ഇടാൻ പറ്റൂല. ചെരുപ്പ് ഊരി വെച്ചു. ഇനി നമുക്ക് നടക്കാം. അമ്മോ ഗൈസ് നല്ല വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. ഗൈസ് നൈസ് നൈസ്. ഓ വ്യൂ നോക്ക്, അടാ വ്യൂ നോക്കടാ. എന്റെ അമ്മേ, അപ്പൊ ഗൈസ് ഫസ്റ്റത്തെ കടി എനിക്ക് കിട്ടി. സാധനം. ഓ ഗൈസ് പക്ഷെ ഇവിടെ വ്യൂ, നൈസ് വ്യൂ. ഇതിന്റെ മോളെ അട്ടണ്ടപ്പോ എറ്റിവിടാ കണ്ട. ആ ഗൈസ് എന്റെ കാല് ഇവിടെ ഓട്ടായി ഗൈസ്. നോട്ടെ കാലോട്ടെ. അല്ലല്ലോ സ്തോത്രം. എടാ അപ്പൊ ഇവിടെ ഒക്കെ ഉണ്ടാവൂടാ ഗൈസ്. എല്ലാവർക്കും ഓരോ കടി വെച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാരും പോയി റൂമിൽ പോയിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ അവിടെ കടി കിട്ടിയിട്ടുണ്ട്. 3 ബാത്റൂമിൽ ഒന്ന് ഞാൻ പിടിച്ചു. ഫസ്റ്റ് ഞാൻ പിടിച്ചു. അത് കുറെ നേരമായി അതെന്റെ മേത്തിരിക്കണ തോന്നുന്നുണ്ട്, കാരണം നല്ല വലിപ്പുണ്ടായിരുന്നു ഒട്ട. എന്നിട്ട് അതിനെ തട്ടി കളഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ തുടങ്ങിയത്. ഭാഗ്യമുണ്ട്, കടിച്ചിട്ടില്ല. വേറെ എവിടെയും കടിച്ചിട്ടില്ല. അപ്പൊ ഇനി എന്തായാലും നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി നമുക്ക് അടുത്ത പരിപാടി പിടിക്കാൻ പോവാം. ഗൈസ് എന്നെ 2 സ്ഥലത്ത് കടിച്ചിട്ടുണ്ട്. അതാ ഇവിടെയും കാലിലും കടിച്ചിട്ടുണ്ട്. ചോര വന്നോണ്ടിട്ടുണ്ട്. നമ്മളെ കട്ടൻ എത്തിയിട്ടുണ്ട്. കിട്ടില്ല കട്ടൻ കാപ്പിയാണ്, കട്ടനല്ല. ഈ ക്ലൈമറ്റിന് പറ്റിയ സാധനം. ഇതിന്റെ കൂടെ ഒരു സാധനം കിട്ടിയത് തിന്നോക്കാം. ഇതൊരു മധുരമുള്ള സാധനം, പേരൊന്നും എനിക്കറിയില്ല. ഗൈസ് ഇതാണ് സാധനം, സ്വീറ്റ് പോണ്ട. അടുത്ത നമ്മുടെ ലക്ഷ്യം ഇവിടെ ഒരു ആർച്ചറിയും റൈഫ് അല്ല മറ്റേ വെടിവെക്കണ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അത് നോക്കി പോവാം. ദേവസേന വരുന്നാല് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നാലുണ്ട്. ബാഹുബലി എന്ന അമരേന്ദ്ര ബാഹുബലി എന്ന ഞാൻ
അടുത്തത് സോനു. എന്താ കുഞ്ഞിഞ്ഞു എന്നിട്ടൊക്കെ വിടണ. ശോഭിച്ചു കൊള്ളിച്ച് ഗൈസ്. അപ്പോൾ അമ്പലത്തൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് റൂമിൽ വന്നേക്കാണ്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് രാത്രി എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട്, അറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിൻ്റെ നൈറ്റത്തെ വ്യൂ. ഇനി നമുക്കിതപ്പോൾ അവിടെ ക്യാമ്പ് ഫയർ തുടങ്ങും ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ക്യാമ്പ് ഫയറിന് പോവാം. ചോട്ടയും മഴ കൊണ്ടോണ്ടിരിക്കാല്ലേ, നല്ല രസമുണ്ട് ഗൈസ്. നല്ല സുഖം. വിമാനം കരേറിയൊരു ദിനം ഇളമുളൻ കാട്ടിലെ നീറുകൾ അനേകം നെബുലകൾ കടന്നേ പോയവൻ തളിരിളം കൊമ്പിലെ നീറുകൾ. ഗൈസ്, അപ്പോൾ ക്യാമ്പ് ഫയർ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. എന്നിട്ട് ഇന്ന് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഏയ് ഒന്നെന്തേലും പറയടാ. 9 ആ നീ ഇല്ല, നീ 7 തന്നെ കൊള്ളിച്ചേ. 7 തന്നെ കൊള്ളിച്ചേ. ഇതാണ് നീ അവൻ 7ലും നീ 7 തന്നെ കൊള്ളിച്ചിട്ടുള്ളൂ. കൊള്ളിച്ചിട്ടില്ല. ഞങ്ങള് കാണാത്തത് ഞങ്ങൾ വിശ്വസിക്കൂല. അപ്പൊ ഇന്ന് ഞങ്ങളെന്താ എന്ത് ചെയ്ത് നല്ല ഓഫ് റോഡ് ട്രക്കിങ്ങും കഴിഞ്ഞ് താറിൽ നല്ല ഓഫ് റോഡ് ട്രക്കിങ്ങും കഴിഞ്ഞ് ഇവിടെ വന്ന് ചായയും കുടിച്ച് പിന്നെ എന്തൊക്കെ ചെയ്തു. മറ്റേ കയറിലൂടെ നടന്നു, കോണിപ്പാടി നടന്നു. കുറെ അത്യാവശ്യം നല്ലൊരു ദിവസം ആയിരുന്നു ഇന്ന്. ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി 2 അട്ടയും കടിച്ചു. തേങ്ങയുടെ മൂട് എന്താ ഇവിടെ നിന്നെ കടിച്ചാ? ഇതെന്താ ഗൈസ്, അട്ട പോരാണ്ട് വേറെയും ജീവികൾ വന്ന് കടിക്കുന്നു ഗൈസ്. പാവന്മാരിക്കുന്നു അതിനെ കൊന്നു ഗൈസ്. സാരില്ലേ കുറ്റോ. ഫുഡ് പറ്റും. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് നല്ല അടിപൊളി പരിപാടികളൊക്കെ ഇവരൊപ്പിച്ചു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇനിയെല്ലാം കഴിഞ്ഞു. ഇനി നേരെ കിടന്നുറങ്ങാൻ പോവാണ്. സോ ബൈ, ഗുഡ് നൈറ്റ്. അല്ലെങ്കിൽ ഇത് പറഞ്ഞാലും മതി. 4 മൈലുള്ള സ്ഥലമാണ്. 4 മൈലിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതിൽ കൂടെയാണ് അല്ല 12 മൈൽ കഴിഞ്ഞിട്ട് 6 മൈല്. അങ്ങനെയാണ്. 4 മൈല് കഴിഞ്ഞ് 12 മൈൽ എത്തി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ 6 മൈലിലേക്ക് വന്നത്. അതിനൊക്കെ ഉണ്ടാവും ഇടയ്ക്കിലൊക്കെ. ബാക്കിയുള്ള മൈലിനെ പിടിച്ച് സൂവിലിട്ട്. അത് കേട്ടാ, ബാക്കിയുള്ള മൈലിനെ സൂവിലിട്ട്.